ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാസ്ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്യാമലിൻ്റെ മീറ്റ് കിട്ടിയിട്ടുണ്ട്, വെച്ചാൽ ഒട്ടകത്തിൻ്റെ ഇറച്ചി. അപ്പോൾ അത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റോസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അധികം പരിപാടികളൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. അതിലേക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം. കുറച്ച് മീറ്റേ നമ്മുടെ അടുത്തുള്ളൂ. എന്നിട്ട് നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കണം. അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിലാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ഇടാൻ മറക്കണ്ട. എൻ്റെ ഒരു 4 വിസിൽ മതി, അത് നന്നായി വെന്ത് കിട്ടും. എന്നിട്ട് നമുക്കൊരു കടായി ചൂടാക്കി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കനം കുറച്ചരിഞ്ഞ് 2 സവോള ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ ഇറച്ചി വേവിച്ചാൽ ഉപ്പിട്ടിട്ടുണ്ട്, ഇപ്പോൾ സവോള വേവിക്കാനും ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തക്കാളി, അതുപോലെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് പൊടിച്ചതാണ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളക് കീറിയിടുക. എന്നിട്ട് എണ്ണ കുറച്ച് തെളിയുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് 1/4 കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഇട്ടിട്ട് ചെറു തീയിലാണ് പൊടികൾ ചേർക്കേണ്ടത്. എന്നിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാമലിൻ്റെ മീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാല മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നോക്കി പോരായെങ്കിൽ മാത്രം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലുള്ള വെള്ളം വറ്റിച്ച് നിങ്ങളുടെ പാകത്തിന് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. ഭയങ്കര സിമ്പിളാണ്, അന്ന് കിടു ടേസ്റ്റാണ്. അപ്പം നമുക്കിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഫ്രഷ് മീറ്റ് കിട്ടുന്നത്. കുക്ക് ചെയ്ത മീറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് കൊണ്ടുവരുമ്പോൾ തന്നെ കുക്ക് ചെയ്ത് അവരുടെ റെസിപ്പിയാണ് കൊണ്ടുവരാറ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്നും മറക്കരുത്. നമ്മളെ നന്നായി കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.